ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അതിൻ്റെ ഘടന എന്താണ്, സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി. 2ാമത്തെ എപ്പിസോഡിൽ എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കണം, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മ്യൂച്വൽ ഫണ്ടുമായിട്ടുള്ള കുറേ കാറ്റഗറീസ് എന്താണ്, മ്യൂച്വൽ ഫണ്ടിൽ പ്രധാനപ്പെട്ട ടേംസ്, പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് നിക്ഷേപങ്ങൾ നിങ്ങൾ തുടങ്ങേണ്ടത്, ഇനി അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് നിങ്ങളുടെ പണം ഈ സിസ്റ്റത്തിൽ ഫ്ലോ ചെയ്യുന്നത്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തോരം റിസ്ക്കുകളുണ്ട്, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. KYC രജിസ്ട്രേഷൻ, SIP മാൻഡേറ്റ്സ്, ലംസം, ഡിമാറ്റ്, ഫോളിയോ, നിങ്ങളുടെ പണം റിഡീം ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഈ എപ്പിസോഡിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. വെൽക്കം ടു ദ 4th എപ്പിസോഡ് ഓഫ് അവർ മ്യൂച്വൽ ഫണ്ട് സീരീസ്, മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എങ്ങനെയാണ് നിക്ഷേപങ്ങൾ ആരംഭിക്കേണ്ടത്, എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് KYC പൂർത്തിയാക്കുക എന്നുള്ളതാണ്. എന്താണ് KYC? KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നുള്ളതാണ് KYC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ചെല്ലുന്ന സമയം, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഈ KYC നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, ആധാറും പാനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനും എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും അഡ്രസ്സും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു KYC നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് KYC നിർബന്ധമാണ്. ഇനി KYCക്ക് എന്തൊക്കെ രേഖകൾ, ഡോക്യുമെൻറ്റ്സ് വേണം? പാൻ കാർഡ് നിർബന്ധമാണ്, അതുപോലെ ID പ്രൂഫും അഡ്രസ് പ്രൂഫും. അപ്പോൾ മിക്കവാറും അത് ആധാറായിരിക്കും കമ്പനികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ആധാറായിട്ട് ID പ്രൂഫ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആധാർ ബേസിലുള്ള OTP ഉപയോഗിച്ച് മിക്കവാറും ഈ ഫെസിലിറ്റി വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് KYC ചെയ്യാൻ പറ്റും? 2 രീതിയിൽ നമുക്ക് KYC ചെയ്യാം. ഓൺലൈനായിട്ടും ചെയ്യാം, അതുപോലെ ഓഫ്ലൈനായിട്ട് നമുക്ക് KYC ചെയ്യാം. ഇനി ഓൺലൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൺലൈൻ ചെയ്യുന്നത് ഇപ്പോൾ KYC ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? KYC എങ്ങനെ ചെയ്യാൻ പറ്റും? CAMS അല്ലെങ്കിൽ കാർവി പോലുള്ള RTA വെബ്സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് KYC ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. RTA എന്താണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി എന്താണ് RTA എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ AMCകൾ എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് KYC, അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് KYC ചെയ്യാം. ഈ പാൻ, അതുപോലെ ആധാർ, OTP, സിഗ്നേച്ചർ, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ വെരിഫിക്കേഷനും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒരു KYC, മ്യൂച്വൽ ഫണ്ട് തുടങ്ങാനുള്ള KYC നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു മോഡാണ് എങ്ങനെ, നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് KYC ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് KYC ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് AMCയുടെ ഓഫീസിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് KYC അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ KYC ചെയ്യാനായിട്ട് ഈ CAMSും കാർവി പോലുള്ള ഓഫീസുകളിലും ചെന്ന് നിങ്ങൾക്ക് KYC ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു ഫോം ഉണ്ടാവും. ആ ഫോമിൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചറും ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം വ്യക്തമായിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഫിസിക്കലി അത് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പാൻ കാർഡും ആധാർ കാർഡൊക്കെ ഫിസിക്കലി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സെൽഫ് അറ്റസ്റ്റ് ഒക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിന് KYC ചെയ്യാനായിട്ട് പറ്റും. ഇനി KYC ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അധികം അങ്ങനെ സമയമില്ല, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ്, പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നേക്കാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ടെക്നിക്കലി ഒരു എക്സ്പെർട്ടിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്നും കുറച്ചും കൂടെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് KYC ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് രജിസ്റ്റർ ആയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ വഴി നിങ്ങളൊരു KYC ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ രജിസ്റ്റർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് വഴി, ഡിസ്ട്രിബ്യൂട്ടർ വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും KYC ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഒരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ രജിസ്റ്റേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അവരുടെ പേരെന്താണ്, അവരുടെ കമ്പനിയുടെ പേരെന്താണ്, അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് തരാനായിട്ട് പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് വെച്ചിട്ട് ഈ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യണം നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ARN നമ്പർ എത്രയാണെന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ AMFIindia.com
AMC.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ, അതായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ പോയിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ കോർണർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് ലൊക്കേറ്റ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഈ രജിസ്ട്രേഷൻ നമ്പർ ആ കോളത്തിൽ ARN നമ്പർ കൊടുത്തതിന് ശേഷം ഗോ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ARN നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയോ ആ വ്യക്തിയുടെ പേരോ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കാലാവധിയൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കമ്പനിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ ഇമെയിൽ ID, മൊബൈൽ നമ്പറിൽ നിന്നുമാണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ കോൾ ചെയ്തതൊക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറെ കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ രജിസ്റ്റേർഡ് ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയൊക്കെ ഇത്രയും ഫാസ്റ്റായിട്ട് വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. രജിസ്റ്റേർഡ് ആണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം, നമ്മൾ ഫർദറായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ വരുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിമാറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളിയോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാറ്റ് എന്താണ്, ഫോളിയോ നമ്പർ എന്താണ്, അല്ലെങ്കിൽ ഫോളിയോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫോളിയോ നമ്പർ എന്ന് പറഞ്ഞ സാധനം, ഇപ്പോൾ ഒരു ഫോളിയോ നമ്പർ എന്ന് പറയുന്നത് ഒരു AMC നിങ്ങൾക്ക് നൽകുന്ന ഒരു അക്കൗണ്ട് നമ്പർ, അതൊരു ബാങ്ക് അക്കൗണ്ട് നമ്പർ പോലെയുള്ള ഒരു നമ്പറാണ് ഈ ഫോളിയോ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ KYC ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫോളിയോ നമ്പർ വിത്ത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ AMCയുടെ ആ ഒരു അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു അക്കൗണ്ട് നമ്പറിനെ പറയുന്ന പേരാണ് ഈ ഫോളിയോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ AMCകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫോളിയോ നമ്പറുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ട്രാക്ക് ചെയ്യാനും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡിവിഡൻസ് കാര്യങ്ങളെല്ലാം ഫുൾ ഇൻഫർമേഷൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ഈ പേ ഇൻ പേ ഔട്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന നിങ്ങളുടെ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഫോളിയോ എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ് ഡിമാറ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഈ നമുക്ക് ഡിമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് സൂക്ഷിക്കുന്ന രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നമുക്ക് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് സൂക്ഷിക്കാം. ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണ്, അത് ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് അക്കൗണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഓൺലൈനായിട്ടുള്ള കുറേ ഈ പല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡിമാറ്റ് വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മിക്കവാറും ഈ ഡിമാറ്റ് അക്കൗണ്ട് കൊണ്ട് ഒരു ചാർജ്, ഒരു മെയിൻ്റനൻസ് ഫീ, ഒരു പ്രോസസ്സിംഗ് ചാർജ് അവർ എടുക്കാൻ സാധ്യതയുണ്ട് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഡിമാറ്റ് ഇല്ലാതെ മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് മ്യൂച്വൽ ഫണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈൻ അല്ലാതെ അല്ലെങ്കിൽ ഡിമാറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്, ഫിസിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? എന്താണ്, നമ്മൾ KYC ഓക്കെ ആയി, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത് എന്താണ്, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമല്ലേ. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് രീതികളുണ്ട് അല്ലേ. നമുക്ക് ലംസമായിട്ട് നമുക്ക് നിക്ഷേപിക്കാം, അതുപോലെ നമുക്ക് എന്താ സിസ്റ്റമാറ്റിക് SIP നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലംസം എന്ന് പറയുന്നത് ഒരു തവണയായിട്ട് ഒരു വലിയ തുക നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ലംസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ മാസവും ഓരോ തുക, നിശ്ചിത തുക മാസാമാസം മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. അപ്പോൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ SIP ഇൻവെസ്റ്റ്മെൻറ്റുകൾ. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാണ്. റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് റെഫർ ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ AMCയുടെ ലിങ്ക്, അതായത് AMCയുടെ വെബ്സൈറ്റിലുള്ള ലിങ്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ അത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ AMCകളുടെ അതായത് രീതികളനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് AMCയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. അത് AMCകൾ പല രീതികൾ അഡോപ്റ്റ് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങളത് ട്രാൻസ്ഫർ ചെയ്യുക. കബളിപ്പിക്കപ്പെടാതെ അത് ജെനുവിനാണെന്ന് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AMCയുടെ ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയൊക്കെ നിങ്ങൾക്ക് ചെക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെക്കായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ലംസം ആണെങ്കിലും SIP ആണെങ്കിലും.
SIP ചെയ്യുന്നതിന് നമുക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് SIP ഒരു മാൻഡേറ്റ് എന്നുള്ള രജിസ്റ്റർ. അതായത് എല്ലാ മാസവും ഈ ആദ്യം കൊടുക്കുന്ന ചെക്കാണെങ്കിൽ പിന്നത്തെ മാസം മുതൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകൾ കൃത്യമായിട്ട് AMCകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ റിക്വസ്റ്റ് കൊടുക്കണം. അതിനാണ് നമ്മൾ ഈ SIP മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, വൺ ടൈം മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നിങ്ങൾ ചെക്ക് കൊടുക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ നിൽക്കണ്ട. ആ പൈസ കൃത്യമായിട്ട് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഈ AMCകളിലേക്ക് പോകുന്നതായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SIPയുടെ ഓൺലൈൻ ഈ പറഞ്ഞൊരു മാൻഡേറ്റ് എന്ന് പറയുന്നത്, വൺ ടൈം മാൻഡേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ, ഈ പറഞ്ഞ രീതികളിലൊക്കെയാണ് എന്ത് ചെയ്ത് നമ്മളെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഓൺലൈനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ AMC പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ SIPയുടെ തുക, തീയതി, ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റർ ചെയ്യണം. എന്നിട്ട് OTP വഴി എന്ത് ചെയ്യണം, ഈ മാൻഡേറ്റ് നിങ്ങൾ അംഗീകരിക്കണം. അപ്പോൾ തീയതി എന്നത് നമുക്ക് ഏത് ദിവസമാണെന്നുള്ളതും ഇപ്പോൾ എല്ലാ മാസവും നിങ്ങളുടെ പൈസ ഡെബിറ്റ് ആവേണ്ടത് എന്നുള്ളതാണ്. അതായത് 10-ാം തീയതി ആണെന്ന് നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും 10-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ ഫണ്ട് ആ കറക്റ്റ് ബാങ്ക്. അപ്പോൾ 10-ാം തീയതി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. SIP മാൻഡേറ്റ് കൊടുക്കുമ്പോൾ ഈ ഏത് ഡേറ്റിനാണ് പൈസ പോകേണ്ടതെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അക്കൗണ്ടിൽ പൈസ ഉള്ള ആ ഡേറ്റ് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യ ഡേറ്റിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ പോവില്ല ആ പൈസ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മാത്രം SIPകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ KYC രജിസ്റ്റർ ചെയ്തു, അതുപോലെ നമ്മൾ KYC ഓക്കെ ആക്കി, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ മാൻഡേറ്റ് സെലക്ട്, ഇതെല്ലാം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ന് നമ്മൾ എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും? ഇനി അതുപോലെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് എങ്ങനെ റിഡീം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഫോളിയോ ട്രാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? അതായത് NAV, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ NAV എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പോർട്ട്ഫോളിയോ അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ അതിന് എത്രയാണ് NAV ഗ്രോ ചെയ്തത് അല്ലെങ്കിൽ താഴേക്ക് പോയതെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കും. അപ്പോൾ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാനുള്ള രീതി എന്ന് പറയുന്നത് XIRR കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിന് എത്ര റിട്ടേൺ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എന്ത് ചെയ്യണം, ആ ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് റിട്ടേണുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ ശരിക്കും ബെഞ്ച് മാർക്ക് റിട്ടേൺ, ഇപ്പോൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് Nifty 50 ആണെങ്കിൽ അത് 10% റിട്ടേൺ തന്നെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫണ്ട് 15% റിട്ടേൺ തന്നതെങ്കിൽ മാത്രമേ അത് നല്ല ഫണ്ട്, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ തരുന്ന ഫണ്ടായിരിക്കാം നമ്മൾ നല്ല ഫണ്ട്, നല്ല പെർഫോമിംഗ് ഫണ്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 5% ഒന്നും മാർജിൻ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കൺസിഡറബിൾ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സും നമ്മുടെ ഫണ്ടായിട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് അത് നല്ല ഫണ്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫണ്ട് ട്രാക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്തു, ഇനി രണ്ടാമത്തെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് വീണ്ടും അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് റിസ്ക് ആണല്ലേ. അപ്പോൾ നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ വേണം. അപ്പോൾ ഒരു സ്മോൾ ക്യാപ്പാണെങ്കിൽ നമുക്കൊരു ലാർജ് ക്യാപ്പ്, അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന പുതിയൊരു AMCയിലോ അല്ലെങ്കിൽ വേറൊരു ഫണ്ടിലോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു SIP നമ്മൾ ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യണം, ആ SIPയുടെ ഡീറ്റെയിൽസും നമ്മൾ ഈ പറഞ്ഞ പുതിയൊരു ഫോളിയോ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ നമ്മൾ നമ്മുടെ വേറൊരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു ഫണ്ടിൽ വേറൊരു AMCയുടെ ഒരു ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് പുതിയൊരു ഫണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഫണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത കാര്യം എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ ട്രാക്ക് ചെയ്തു, പെർഫോമൻസ് ഉണ്ടോ എന്ന് നോക്കി. ഇനി നമുക്ക് ഫണ്ട് ചെയ്യുന്നതിന് റിഡീം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കണം, അല്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനെയാണ് റിഡംഷൻ എന്നാണ് സാധാരണ അതിൽ പറയുന്നത്. റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം നമ്മൾ വിറ്റ് തിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് AMCയുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് റിഡീം ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫോളിയോ എടുത്തിട്ട് നമുക്ക് എത്ര യൂണിറ്റ്സ്, അതായത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിനെല്ലാം നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ യൂണിറ്റ്സ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതിലൊരു പാർട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ NAVനെ
അപ്പോൾ എന്ത് ചെയ്യണം, ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഒന്ന് ഗുണിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ തുക കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? AMCയുടെ ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടർ വഴിയോ ഒരു റിഡംഷൻ ഫോം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് റിഡംഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാനായിട്ട് ഒരു രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടർ വഴി നിങ്ങൾ ഈ സാധനം നിങ്ങളുടെ റിഡംഷൻ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സിറ്റ് ലോഡ് കഴിച്ചിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ എക്സിറ്റ് ലോഡ് കഴിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ റിഡംഷൻ നടത്തി കഴിഞ്ഞാൽ എല്ലാ ഫണ്ടുകളിലും നെക്സ്റ്റ് ഡേ പണം കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഡെറ്റ് ഫണ്ടുകളിലെ പോലെ ആയിരിക്കണമെന്നില്ല ഇക്വിറ്റി ഫണ്ടുകളിൽ. അപ്പോൾ റിഡംഷൻ ചെയ്യുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് പണം കിട്ടുമെന്നുള്ള കാര്യം കൂടെ വ്യക്തമായിട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുകയും നിങ്ങളുടെ ഫണ്ടിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ, നിങ്ങളുടെ പണം എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ അങ്ങനെ ഒരു ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. മ്യൂച്വൽ ഫണ്ടിൽ നമ്മളുടെ പണം എന്ത് ചെയ്യും, നമ്മൾ AMCയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. എന്ത് ചെയ്യും, ഈ ഫണ്ട് മാനേജർ, ഒരു AMCയിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ നിങ്ങളുടെ പണം എന്ന് പറയുന്നത് മറ്റു നിക്ഷേപകരുടെ പണവുമായിട്ട് ചേർക്കും. അപ്പോൾ ഇത് ഒരു പൂളാവും, അതല്ലേ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ടോട്ടൽ ഫണ്ടാവും. എന്നിട്ട് ആ ഫണ്ടിലുള്ള പണം, മൊത്തത്തിലുള്ള പണം എന്ത് ചെയ്യും, ഓഹരികളിൽ, ഷെയറുകളിൽ അല്ലെങ്കിൽ ബോണ്ടുകളിലേക്ക് എല്ലാത്തിലേക്കും ഈ പണം മുഴുവനായിട്ട് നിക്ഷേപിക്കും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ നിക്ഷേപത്തിൻ്റെ ഓരോരുത്തരുടെയും തുകയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് യൂണിറ്റ്സ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇനീഷ്യലി ഒരു NAV ഉണ്ടാവും, ആ NAVയുടെ വില. അപ്പോൾ ഈ ഓഹരികളിൽ എന്ത് ചെയ്തു, നമ്മൾ നിക്ഷേപിച്ചു. അപ്പോൾ ഈ ഓഹരികൾ നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഈ ഓഹരികൾ ആരെങ്കിലും സൂക്ഷിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഓഹരികൾ സൂക്ഷിക്കാനായിട്ട് HDFC ബാങ്ക് അങ്ങനെയുള്ള പോലെയുള്ള വിശ്വസനീയമായിട്ടുള്ള കസ്റ്റോഡിയൻസാണ് ഈ പറഞ്ഞ ഓഹരികൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ ഓഹരികളുണ്ടാകുന്ന വർധനവോ ഡെറ്റ് ഫണ്ടുകളുണ്ടാകുന്ന പലിശയുടെ കൂടെ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു NAV ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നിങ്ങൾ റിഡീം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ റിഡീം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അന്നത്തെ എന്താണ് അതിൻ്റെ NAV വാല്യൂ എന്ന് നോക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ വാല്യൂവിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്സോ കാര്യങ്ങളോ ആ പൂളിൽ നിന്ന് എക്സിറ്റ് വിൽക്കും. വിറ്റിട്ട് കിട്ടുന്ന ആ തുക എന്ത് ചെയ്യും, AMCകളുടെ അക്കൗണ്ടിലേക്ക് വരും. എന്നിട്ട് ആ AMCകളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് AMCയിലേക്ക് കൊടുത്ത പൈസ ഇങ്ങനെ കറങ്ങി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കി തിരിച്ച് AMCയുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീണ്ടും തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഇതിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സുതാര്യമായിട്ടും സെബിയുടെ മോണിറ്ററിങ്ങിലൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അവന്യൂ ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ നിക്ഷേപിക്കണമെന്നും അങ്ങനെയുള്ള അതിൻ്റെ ഫ്ലോ എന്താണ്, ക്യാഷ് ഫ്ലോ എന്താണ്, എവിടെ പോകുന്നത്, എങ്ങനെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയല്ലേ. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ കുറേ റിസ്ക്കുകളുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. മ്യൂച്വൽ ഫണ്ടിൽ പ്രധാനമായിട്ടും എന്തൊക്കെ റിസ്ക്കുകളാണ് ഉള്ളതെന്നാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ റിസ്ക്കുകൾ ഏതൊക്കെ മേഖലയിലാണുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാനും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കേണ്ട റിസ്ക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിസ്ക് ഒഴിവാക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക്കാണ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള റിസ്ക്കാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ മോശം ന്യൂസുകളും നല്ല ന്യൂസുകളും എന്ത് ചെയ്യും, നമ്മുടെ ഇക്വിറ്റി റിലേറ്റഡ് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലെയും അത് അഫക്റ്റ് ചെയ്യും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും താഴെ പോകും. കാരണം നമ്മുടെ NAV കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അതെന്താണ്, നമ്മുടെ ഫണ്ടുകളിലും ആ തളർച്ചയും വളർച്ചയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ അഫക്റ്റ് ചെയ്യുന്ന റിസ്ക്കാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാകുന്ന റിസ്ക്കാണ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റിസ്ക് എന്ന്. അതായത് നമ്മൾ പലപ്പോഴും ഈ റിപ്പോ റേറ്റ്സ് RBI റേറ്റ് ഡിസൈഡ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ തീരുമാനിക്കുന്ന സമയത്ത്, മാറുന്ന സമയത്ത്, ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡെറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത് ആ ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് ഈ പറഞ്ഞ നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു റിസ്ക് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയാം. അതായത് നമ്മൾ ഈ ഡെറ്റ് ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളൊരു 10,000 രൂപ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടേണ്ടത്, ഒന്ന് ആദ്യം ക്യാപിറ്റൽ തിരിച്ച് കിട്ടണം, രണ്ടാമത് എന്ത് ചെയ്യണം, നമുക്ക് ആ ക്യാപിറ്റൽ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഈ ക്യാപിറ്റലും കിട്ടണം, ഇൻട്രസ്റ്റും കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത കമ്പനികളിലാണ്
നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉണ്ടെങ്കിൽ, അതായത് അപ്പോൾ നമ്മൾ ഈ ക്രെഡിബിലിറ്റി കൂടുതലാണോ കുറവാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നതാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ AAA റേറ്റഡ്, AA റേറ്റഡ് എന്ന് പറയുന്ന പല പല റേറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റേറ്റിംഗ്സിൽ കുറവുള്ള കമ്പനികൾ നിക്ഷേപിച്ചാൽ എന്ത് ചെയ്യും? കൂടുതൽ റിട്ടേൺസ് കിട്ടും. പക്ഷേ എന്ത് ചെയ്യണം? അത് ഡീഫോൾട്ട് ആവാൻ സാധ്യതയുണ്ട്. അതായത് സ്ഥിരമായിട്ട് പലിശ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രിൻസിപ്പിൾ തന്നെ തിരിച്ചു കൊടുക്കാനോ പറ്റാത്ത അവസ്ഥകളിലേക്ക് എന്ത് ചെയ്യും? കമ്പനികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ റിസ്കിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീഫോൾട്ട് റിസ്ക്. അപ്പോൾ പല സമയങ്ങളിലും ഈ പല കമ്പനികൾ പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ പല കമ്പനികളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള റേറ്റിംഗ്, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡെറ്റ് അസറ്റ്സിന് നല്ല റേറ്റിംഗ് ഉള്ള, ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള കമ്പനികളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അടുത്തൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി റിസ്ക് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ആ സ്റ്റോക്കുകൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുകയോ ഒന്നും വരാത്തൊരു സാഹചര്യമുണ്ട്. ലിക്വിഡിറ്റി ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരാം. ഇത് ഇക്വിറ്റി ഫണ്ടുകളിലും വരാം, അതുപോലെ ഡെറ്റ് ഫണ്ടുകളിലും വരാൻ പറ്റും. അപ്പോൾ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രശ്നമായിരിക്കും. അപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും? നമുക്ക് റിഡീം ചെയ്തിട്ട് നമ്മുടെ പണം എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന റിസ്ക്കുകളെ ലിക്വിഡിറ്റി റിസ്ക്കും എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റിസ്ക്കുകൾ, ഇത് ജനറലി ഞാൻ പറഞ്ഞ റിസ്ക്കുകളാണ്. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിഷയമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക്കുകളും കൂടി ഇതിലുണ്ട്, മ്യൂച്വൽ ഫണ്ടിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ റിസ്ക്കുകളെ പറ്റി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, ഈ ഫാക്ട് ഷീറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിസ്കോമീറ്റർ എന്ന് പറയുന്നൊരു ഒരു ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ആ ഫണ്ടിൻ്റെ റിസ്ക് എത്രയാണ്, റിസ്ക് കുറവാണ് കൂടുതലാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റും നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റിയും നിങ്ങളുടെ ആവശ്യമൊക്കെ മനസ്സിലാക്കി വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിനെ പറ്റിയിട്ടുള്ള നമ്മളുടെ പഠനം പുരോഗമിക്കുകയാണ് അല്ലേ. അപ്പം നമ്മളുടെ ഈ വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങളൊന്നും മിസ് ചെയ്യാതെ കാണണം. കാരണം മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന പോലെയാണ് നമ്മൾ ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങളോട് പറയുകയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള അഡ്വൈസറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നമുക്ക് നന്നായിട്ട് പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കണ്ട ഒരു വിഷയമാണ്, അത് NAV എന്ന് പറയുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ NAV എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് NAV എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു ഫോമാറ്റിലാണ് അടുത്ത വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ NAV എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം, അതിൻ്റെ കാൽക്കുലേഷൻസ് പഠിക്കാം, അതിലെന്തൊക്കെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിക്കാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. Thank you.